ഹരി ഓം. ദശകം 50, ശ്ലോകം 8. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുതഃ സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ ദദാശു ഭവാൻ വിഭോ ഖലജനഭിദാ ചുഞ്ചുശ്ചഞ്ചൂ പ്രഗൃഹ്യ ദദാരതം. പദച്ഛേദം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തം അഭിദ്രുതഃ പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുതഃ സഹ കില നിഖിലൻ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതം ഉദ്വമൻ പുനർദ്രുതമുദ്വമൻ സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതും അഗാത് ത്രോട്യാഹ ദലയിതുമഗാത്രോട്യാഹ കോട്യാ തദാശു ഭവാൻ വിഭോ ദലയിതുമഗാത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖല ജനഭിദാ ചുഞ്ചുഹു ചഞ്ചു. ചില പുസ്തകത്തിലൊക്കെ ചുഞ്ചുഹു എന്ന് തന്നെ പിരിച്ച് തന്നെ കൊടുത്തിരിക്കും, നമ്മൾ ചേർത്ത് വായിക്കുക. ഖലജനഭിദാ ചുഞ്ചുശ്ചഞ്ചൂ പ്രഗൃഹ്യ ദദാരതം. ഖലജനഭിദാ ചുഞ്ചുശ്ചഞ്ചൂ പ്രഗൃഹ്യ ദദാരതം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുതഃ സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ ദദാശു ഭവാൻ വിഭോ ഖലജനഭിദാ ചുഞ്ചുശ്ചഞ്ചൂ പ്രഗൃഹ്യ ദദാരതം. ശ്ലോകം 8 അന്വയവും അർത്ഥവും. ഗോപവ്രാതേ സലിലം പിബതി സഹ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ അഗ്നിപ്രഖ്യം കില പുനഃ ദ്രുതമുദ്വമൻ ത്രോട്യാഹ കോട്യാ ദലയിതും അഗാത്. ഹേ വിഭോ തദാ ഖലജനഭിദാ ചുഞ്ചുഹു ഭവാൻ ആശു ചഞ്ചൂ പ്രഗൃഹ്യ തം ദദാര. ഈ കുട്ടികൾ, ഇടയക്കുട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് വെള്ളം കുടിക്കുവാനായിട്ട് കാളിന്തി നദിയിലേക്ക് പോയപ്പോഴാണല്ലോ ഈ കൊറ്റിയെ കണ്ടത്. അപ്പോൾ അതാണ് പറയുന്നത്, ഗോപവ്രാതേ സലിലം പിബതി. ആ ഇടയക്കുട്ടികൾ കൂട്ടം കൂട്ടമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ, സലിലം പിബതി വെള്ളം കുടിക്കുമ്പോൾ, സഹ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ സഹ അവൻ ആ കൊറ്റി നേരിട്ട് ഓടി വരുന്നു. ആരുടെക്കലായിട്ട്? ഭഗവാന്റെ മുമ്പിലേക്ക്. അതാണ് നിന്തിരുവടിയെ കൊത്തി വിഴുങ്ങിയിട്ട് സഹ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ കൊത്തി വിഴുങ്ങി. അവന് നേരിട്ട് പെട്ടെന്ന് ഓടി വന്ന് നിന്തിരുവടിയെ കൊത്തി വിഴുങ്ങിയിട്ട് അഗ്നിപ്രഖ്യം കില പുനഃ ദ്രുതമുദ്വമൻ തീയുപോലെ ആ പൊള്ളിപ്പോയതിനാലാവാം പെട്ടെന്നവൻ ഛർദ്ദിച്ചു, കക്കി. എന്നുവെച്ചാൽ ഈ ഭഗവാനെ, ഉണ്ണിക്കണ്ണനെ കൊത്തി വിഴുങ്ങിയപ്പോഴേക്കും അവൻ്റെ തൊണ്ട തീയുപോലെ പൊള്ളിപ്പോയതിനാലാവാം പെട്ടെന്ന് അവൻ കക്കി, ഛർദ്ദിച്ചു. ത്രോട്യാഹ കോട്യാ ദലയിതും അഗാത്. ത്രോട്യാഹ കോട്യ ആ മൂർച്ചയുള്ള കൊക്കിൻ്റെ തലപ്പുകൊണ്ട് കൊത്തി കീറുവാനായിട്ട് അടുത്തു വന്നു. അപ്പോൾ അവൻ്റെ വായ്ക്കകത്ത് പൊള്ളിയിട്ടാവാം അവന് പെട്ടെന്ന് കക്കിയിട്ട് നോക്കിയപ്പോഴത്തേനും ഉണ്ണികൃഷ്ണന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഓടി വരികയാണ്. ഓടി വന്ന് ആ മൂർച്ചയുള്ള ആ കൊക്കിൻ്റെ തലപ്പ് കൊണ്ട് കൊത്തി കീറുവാനായിട്ട്
അടുത്തു വന്നു. ഹേ വിഭോ തഥാ ഖലജനഭിതാ ചുഞ്ചുഹു ഭവാനാശു ചഞ്ചു പ്രഗ്യ തം ദദാര. ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, തഥാ ഖലജന ഭിതാ ചുഞ്ചു, ദുഷ്ടന്മാരെ, ഖലന്മാർ ദുഷ്ടന്മാർ, ആ ദുഷ്ടന്മാരെ ഭേദിക്കുന്നതിൽ സമർത്ഥനായ അങ്ങ് ആശു പെട്ടെന്ന് ചഞ്ചു പ്രഗൃഹ്യ തം ദദാര, പെട്ടെന്ന് ആ കൊറ്റിയുടെ ആ കൊക്ക് അങ്ങോട്ട് വിടർത്തിയിട്ട് 2 കൈകൊണ്ടും പിടിച്ച് അവനെ 2ആയിട്ടങ്ങോട്ട് പിളർന്നു. അതാ പ്രഗൃഹ്യ തം ദദാര. ആ കൊക്കുകളിലോട്ട് പിടിച്ചിട്ട് മേലോട്ടും കീപ്പോട്ടും പിടിച്ച് 2ആയിട്ടങ്ങോട്ട് പിളർന്നു വലിച്ച് കീറി അവനെ. അപ്പം ഈ ഭാഗവതം പറയുന്നത് ഇവൻ്റെ ഈ കൊറ്റിയുടെ ഈ ശരീരം വളരെ വലുതായതുകൊണ്ടും ആ ദുഷ്ടത അധികരിച്ചിരിക്കുന്നത് കൊണ്ടും അവൻ മഹാസുരനാണെന്നുള്ളത് മനസ്സിലാക്കി. ആ കൊറ്റിയുടെ രൂപം ധരിച്ചതുകൊണ്ട് അവന് ബകാസുരൻ എന്നാണ് പേര്. അപ്പം അധികം മൂർച്ചയുള്ള കൊക്കും ബലവുമുള്ള ആ അസുരന് ഉടനെ ആ ശ്രീകൃഷ്ണൻ്റെ അരികത്ത് ഓടിച്ചെന്ന് ശ്രീകൃഷ്ണനെ അങ്ങ് കൊത്തി വിഴുങ്ങി. അപ്പം ഈ ശ്രീകൃഷ്ണനെ വിഴുങ്ങിയപ്പോൾ വായ്ക്കുള്ളിൽ അഗ്നി അകപ്പെട്ടതുപോലെ ആ തൊണ്ടയുടെ അറ്റം വെന്തു തുടങ്ങി അവന്. അപ്പം ആ വിധം ആ ദഹിപ്പിക്കുന്ന ഇവനെ വിഴുങ്ങാനായിട്ട് കഴിയാത്ത ഉടനെ എന്തു ചെയ്തു, അങ്ങ് ഛർദ്ദിച്ചു. അപ്പോൾ ഈ മൂഢന് അപ്പോഴെങ്കിലും ഈ ശ്രീകൃഷ്ണൻ്റെ ആ മാഹാത്മ്യത്തെ അല്പമെങ്കിലും മനസ്സിലാക്കി ആ ശരണം പ്രാപിച്ചിരുന്നുവെങ്കിൽ അവന് രക്ഷപ്പെടാമായിരുന്നു. ആ ഉപായം അറിയാതെ ആ ശ്രീകൃഷ്ണന് യാതൊരു നാശവും ഉണ്ടായിട്ടില്ലെന്ന് കണ്ട ഉടനെ തൻ്റെ ആ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കുത്തിക്കൊല്ലാനായിട്ട് ആഗ്രഹിച്ചും കൊണ്ട് പിന്നെയും ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അതിയായിട്ടുള്ള ക്രോധത്തോടുകൂടി പാഞ്ഞു ചെന്നു. അപ്പോൾ ഈ അതിവേഗത്തിൽ തൻ്റെ നേർക്ക് വരുന്നതായിട്ടുള്ള ആ ദുഷ്ടനായ കംസൻ്റെ ആ കൂട്ടുകാരനുമായിട്ടുള്ള ആ ബകാസുരനെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കൊക്കുകളിൽ ഓരോ ഭാഗത്തും അങ്ങോട്ട് ഓരോ കൈകൊണ്ട് ബലമായിട്ട് പിടിച്ചിട്ട് ഒരു എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ മുഞ്ഞപ്പുല്ലിൻ്റെ ഓരോ ഇഴകളെ വേർപെടുത്തുന്നത് പോലെ അത്ര എളുപ്പത്തിൽ 2ആയിട്ടങ്ങോട്ട് പിളർന്നു. അതെല്ലാം ഈ കുട്ടികൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവൻ്റെ കഥ കഴിച്ചു. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുതഃ സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യ കോട്യ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുശ്ചഞ്ചൂ പ്രഗൃഹ്യ ദദാരതം.